സിസ്റ്റർ, ഒരു ദിവസം കയറി കിട്ടോ? ആ വിറകൊന്ന് കിട്ടാനാ. നോക്കട്ടെ. ഇത് മതിയോ? ധാരാളം. ഹസ്ബൻഡ് ഇല്ലേ? ഡ്രസ്സിൽ പോയിരിക്കുക. ഞങ്ങളിതാ തൊട്ടപ്പുറത്തെ വീട്ടിലാ. എന്റെ പേര് വിനോദ് കുമാർ ആലപ്പി. ഞാൻ കണ്ടിട്ടുണ്ട്. ഓ, അരി കഴുകി വെച്ചപ്പോഴാ വിറക് തീർന്ന് ശ്രദ്ധിച്ചത്. ബാച്ചിലേഴ്സ് ലൈഫ് വലിയ പാട് തന്നെ. വരട്ടെ പെങ്ങളെ. താനെന്തിനാ എന്റെ വീട്ടിൽ കയറിയത്? ഞാനില്ലാത്ത സമയം നോക്കി താനെന്തിനാ എന്റെ വീട്ടിൽ കയറിയെന്നാ ചോദിച്ചത്? വിറക് കെട്ടാൻ ഒരു കയറ് ചോദിച്ച് കയറിയതാ. അപ്പൊ വിറക് ഇതുവരെ കെട്ടാതെയാണോ കൊണ്ടുവന്നത്? അത് പൊട്ടിപ്പോയതാണ്. എന്റെ വീടിന്റെ ഗേറ്റിൽ വെച്ച് തന്നെ കറക്റ്റായിട്ട് കയറ് പൊട്ടിയല്ലേ? ആ പൊട്ടി. അല്ലാതെ മനഃപൂർവ്വം ഒരു കാരണമുണ്ടാക്കി താൻ വീട്ടിൽ കയറിയതല്ല. ഇയാൾ എവിടുത്തെ ആരണടാ? ഞാൻ ഇവിടുത്തെ കാരൻ തന്നെടാ. താൻ കയറ് പൊട്ടിക്കുന്നവനാണെന്നും വേലി ചാടുന്നവനാണെന്നും എനിക്ക് നേരത്തെ അറിയാമടാ. വേലി ചാടാൻ തന്റെ വീട്ടിലെത്താ നിധി ഇരിക്കുന്നോ? ഇത്തിരി സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ കറക്കിയെടുക്കാൻ നടക്കുന്ന സാമൂഹ്യ ദ്രോഹിയല്ലോ താൻ. എന്റെ ഭാര്യയുടെ അടുത്ത് വേല ഇറക്കിയാലുണ്ടല്ലോ. എന്ത് പിടിച്ച് വിടുങ്ങോ? ശരിയാ, നിന്റെ ഭാര്യയെ കറക്കിയെടുക്കാൻ വേണ്ടി തന്നെ ഞാൻ വീട്ടിൽ കയറിയത്. അങ്ങനെ കറങ്ങുന്നവളല്ല എന്റെ ഭാര്യ. ഞാൻ നോക്കട്ടാ കറങ്ങുമെന്ന്. എടാ, നിന്നെ പോലൊരു കുരങ്ങന്റെ കൂടെ ജീവിച്ച് അവൾക്ക് മടുത്ത് കാണും. എന്നെ പോലൊരു സുന്ദരം ഒന്ന് ഞൊടിച്ചാൽ മതി, അവള് വേലി ചാടും. അതിനു മുമ്പ് നിന്റെ ശവം ഞാൻ പോസ്റ്റ്മോർട്ടത്തിന് അയക്കൂടാ. എന്നാ നോക്കിക്കോ, ഇന്നു മുതൽ 7 ദിവസത്തിനകം അവളെ ഞാൻ തട്ടിയെടുത്തില്ലെങ്കിൽ എന്റെ പേര് വിനോദ് കുമാർ ആലപ്പി എന്നല്ലടാ. എന്നാ നീ ചാവാൻ ഒരുക്കിക്കടാ. ഓടാ കഴുത. സാർ, എനിക്ക് ഭയങ്കരമായ ഒരു കംപ്ലൈന്റ് ഉണ്ട് സാർ. വിനോദ് കുമാർ ആലപ്പി എന്നൊരു ഭീകരൻ എന്റെ വീട് ആക്രമിക്കാൻ പോകുന്നു. അവൻ എന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുന്നു. അവനെ ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യണം സാർ. ഭാര്യയെ തട്ടിക്കൊണ്ട് പോയിട്ടില്ലല്ലോ. ഏത് നിമിഷത്തിലും അത് സംഭവിച്ചേക്കാം സാർ. അവൻ എന്നേക്കാൾ വെളുത്തിട്ടാണ്, നല്ല ഉയരവുമുണ്ട്. നിങ്ങളുടെ ഭാര്യയും അയാളും തമ്മിൽ സ്ത്രീ അബലയല്ലേ സാർ? അവന്റെ പഞ്ചാരവാക്കിൽ അവൾ കുടുങ്ങയില്ലെന്ന് ആര് കണ്ടു? പോലീസ് ഇടപെടണമെങ്കിൽ സംഭവം എന്തെങ്കിലും നടക്കണം. അവൻ തന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു കംപ്ലൈന്റ് വരും. അപ്പൊ ഞങ്ങൾ ആലോചിച്ച് വേണ്ട പോലെ തീരുമാനം എടുക്കാം. സാർ, ചത്ത കുട്ടിയുടെ ജാതകം നോക്കുന്ന കാര്യമാണ് സാർ പറയുന്നത്. ഭാര്യയെ തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ എന്ത് കംപ്ലൈന്റ് ആണ് സാർ? എന്താ തന്റെ പേര്? തളത്തിൽ ദിനേശ്. മോനെ ദിനേശ, ആ ഭീകരൻ തന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകാൻ വീട്ടിൽ കയറി വരുമല്ലോ. അപ്പൊ വല്ല തെങ്ങിലും പിടിച്ച് കെട്ടിയത്. എന്നിട്ട് നേരെ അങ്ങോട്ട് വാ. ഒരു തെളിവില്ലാതെ ആക്ഷൻ എടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല കുഞ്ഞെ. അങ്ങനെ പറയരുത് സാർ. ഞാൻ കൈക്കൂലി തരാൻ തയ്യാറാണ്. എന്താണ് തന്റെയൊക്കെ വിചാരം? പോലീസുകാര് കൈക്കൂലി വാങ്ങാനും? ചേട്ടാ, തനിക്ക് പറ്റിങ്ങി അവനെ കൈയോടെ പിടിച്ചോണ്ട് പാടോ. പോട്ടെ, വീട്ടു കാവലിന് 2 പോലീസുകാരെ അയച്ചു തരാൻ പറ്റുമോ? ശോഭയും കാവൽ പോലീസും വേണ്ട സാർ, അത് ശരിയാവില്ല.